വശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞാൻ ഫാദർ ജോഷി പുത്തൂർ, ഡോൺ ബോസ്കോ സഭയിലെ അംഗമാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലേഷ്യൻ സഭയിലെ അംഗമായിട്ട് വൈദികനായിട്ട് എനിക്ക് 25 വർഷം തികയാണ്. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ പോന്നൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ച് അതിലെ ഒരു അംഗം കൂടിയാണ്. ചെറുപ്പകാലം മുതൽ എനിക്ക് അൾത്താര സംഘത്തിലെ ബാലനായി ഈശോയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഒത്തിരി സന്ദർഭങ്ങൾ എനിക്ക് ലഭിച്ചു. എല്ലാ ദിവസവും മുടങ്ങാതെ അതിരാവിലെ തന്നെ കുർബാനയിൽ അൾത്താര ബാല സംഘത്തിലെ ഒരംഗമായി കുർബാനയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ഈശോയെ സ്വീകരിക്കുവാനുമായിട്ട് എനിക്ക് വളരെയധികം കാലം ദൈവത്തോടൊപ്പം ഈശോയോടൊപ്പം ഇടവകയിൽ സമയം ചിലവഴിക്കാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഞാൻ 7ാം ക്ലാസ് വരെ ഗ്രാമപ്രദേശത്തെ ഒരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 8ാം ക്ലാസ്സിലേക്ക് ഞാൻ ഡോൺ ബോസ്കോ മണ്ണുത്തി സെമിനാരിയിൽ ചേരുകയാണ്. സെമിനാരിയിൽ ചേരുമ്പോൾ എനിക്ക് മനസ്സിന് ഒരു വേദന ഉള്ളിലുണ്ടായിരുന്നത്, എനിക്ക് ആസ്മ എന്ന രോഗം ജനിച്ച സമയം മുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് വൈദികനാകാൻ സാധിക്കില്ല എന്നൊരു സംശയം ഉള്ളിൽ എനിക്ക് ഉണ്ടായി തുടങ്ങി. കാരണം സെമിനാരിയിൽ ചേർന്ന് സെമിനാരിയുടെ ചിട്ടകളനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നൊരു സംശയം ഉള്ളിൽ വന്നതുകൊണ്ട് ഞാൻ വളരെ ദുഃഖത്തോടെയാണ് സെമിനാരിയിൽ ചേരുന്നത്. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, 7ാം ക്ലാസ് വരെ എനിക്കുണ്ടായിരുന്ന ആ ആസ്മ അത്ഭുതകരമായിട്ട് സെമിനാരിയിൽ ചേർന്നതിന് ശേഷം എനിക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇപ്പോൾ അത് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ആ ഒരു ദൈവവിളിയുടെ ഒരു വലിയ അത്ഭുതകരമായ സൂചനയാണ്. ദൈവം എന്നെ വിളിക്കുന്നു, ദൈവത്തിന് എന്നെ വേണം എന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് ഞാനിന്ന് അത് കണക്കാക്കുന്നു. എനിക്ക് വന്നുപെട്ട ആസ്മ എന്നെ വളരെയധികം വിഷമത്തിലേക്ക് നയിച്ചെങ്കിലും ഞാൻ വളരെ ആശ്വാസം കണ്ടത് സെമിനാരിയിലെ ചാപ്പലിൽ പോയി സ്വന്തമായി ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ഈ അസുഖം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയെ അങ്ങ് എന്നെ ചേർത്ത് പിടിക്കണമേ, എനിക്ക് അങ്ങയുടെ ഒരു ശിഷ്യനാകാൻ ഒത്തിരി ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ താല്പര്യമുണ്ട്. അങ്ങ് എന്നെ അനുഗ്രഹിച്ച ആസ്മയിൽ നിന്ന് എന്നെ രക്ഷിച്ചാൽ എനിക്ക് മുന്നോട്ടുള്ള ജീവിതം എളുപ്പമാവുകയും എനിക്ക് വൈദികനാകാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. അത്ഭുതകരമായ രീതിയിൽ ഞാൻ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പറയുകയാണ്, എനിക്ക് സെമിനാരിയിൽ ചേർന്നതിന് ശേഷം ഇന്നുവരെ ഈ നിമിഷം വരെ ആ ആസ്മ രോഗം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ഈശോ എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞ് എന്നെ ഒരു വൈദികനാക്കുന്നതിൽ എന്നെ ഈശോ ചേർത്ത് പിടിച്ചു. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. എൻ്റെ 50-ാമത്തെ വയസ്സുവരെ എൻ്റെ വൈദിക ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഹാഫ് സെഞ്ച്വറി അടിച്ച ദിവസം നമ്മുടെ ജന്മദിനത്തിൽ നമുക്ക് വളരെയധികം സമ്മാനങ്ങളൊക്കെ പലരും കൊണ്ട് തരാറുണ്ട്, കേക്കും ഡ്രസ്സുകളും. പക്ഷേ ഈശോ എനിക്ക് ഒരു നല്ല സമ്മാനം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാൻസർ എന്ന രോഗം എനിക്ക് ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചായിരുന്നു. ഞാൻ കർണാടകത്തിൽ യാദഗിരി എന്ന സ്ഥലത്ത് സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എനിക്ക് ഈ ക്യാൻസർ ഉള്ളതായിട്ട് അറിയുന്നത്. കൊറോണയുടെ കാലഘട്ടമായിരുന്നു. യാദഗിരി എന്ന് പറഞ്ഞ സ്ഥലം ബാംഗ്ലൂരിൽ നിന്ന് ഒരു 12 മണിക്കൂർ യാത്ര. അതുകൊണ്ട് ബാംഗ്ലൂർക്ക് വന്നിട്ട് വേണം ട്രീറ്റ്മെൻ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് വരുവാനായിട്ട്, കേരളത്തിലേക്ക്. യാദഗിരിയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുവാനായിട്ട് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം കൊറോണയുടെ സമയത്ത് വാഹനങ്ങളും ഒന്നും തന്നെയും ലഭ്യമല്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ട്രാൻസ്ഫർ സമയമായതുകൊണ്ട് അച്ഛന്മാർ പല സ്ഥലങ്ങളിലേക്കും ട്രാൻസ്ഫറായി വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു വാഹനം ആ ഭാഗത്തേക്ക് വരികയും എനിക്ക് ബാംഗ്ലൂർക്ക് വരാനായിട്ട് സാധിച്ചു. അവിടെ നിന്ന് കേരളത്തിലേക്ക് ഉടനെ തന്നെ ഒരു ഫ്ലൈറ്റ് എടുത്തു വന്നു. അതിനു മുൻപായിട്ട് ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറിനെ കാണാനായിട്ട് പോയി. കാരണം എനിക്ക് വയറ്റിൽ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത്. യാദഗിരിയിലായിരുന്നപ്പോൾ വയറ് സംബന്ധമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നിത്തുടങ്ങി. അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഡോക്ടർമാരെ കാണുകയും അവർ കുറച്ച് മരുന്നുകളൊക്കെ തന്ന് അത് കഴിച്ച് എനിക്ക് ഒരല്പ ഭേദം തോന്നുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഒരു സൗഖ്യം എനിക്ക് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂർക്ക് വരികയും അവിടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനെ കണ്ട് ഡോക്ടർ കൊളോണോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, അച്ഛന് കൊളോണോസ്കോപ്പി ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഉള്ളിൽ ഒരു ഗ്രോത്ത് ഉള്ളതുകൊണ്ട് സിഗ്മോയിഡോസ്കോപ്പി എന്ന് പറഞ്ഞ ആ ഒരു സ്കാനിൽ നിർത്തണം. എന്നിട്ട് ഡോക്ടർ സ്കാൻ കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു. എന്നോടൊപ്പം ഫാദർ റെജി, എൻ്റെ കൂട്ടുകാരൻ, കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർ എന്നോട് ചോദിച്ചു, അച്ഛനോട് ഒന്ന് എനിക്ക് സംസാരിക്കണം, കൂടെയുള്ള അച്ഛനെ വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരെയും ഒരു റൂമിലേക്ക് ഡോക്ടർ വിളിച്ച് ഡോക്ടർ എന്നോട് പറയുകയുണ്ടായി, അച്ഛൻ്റെ സ്കാൻ നോക്കിയിട്ട് ക്യാൻസറാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ ബോധ്യം. എങ്കിലും നമ്മൾ ബയോപ്സിക്ക് വിടണം. ബയോപ്സിക്ക് വിട്ടതിന് ശേഷമാണ് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ ഇത് ക്യാൻസറാണോ അല്ലേ എന്ന്. പക്ഷേ ഏകദേശം ഒരു 100% ക്യാൻസർ എന്ന് തന്നെ ബയോപ്സിക്ക് വിടുന്നതിന് മുൻപേ പറയാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് ഡോക്ടർ പറയുകയുണ്ടായി. എനിക്ക് സർവ്വസാധാരണമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ മനസ്സിൽ ഒരു വേദന തോന്നി. പക്ഷേ ഞാൻ ബയോപ്സി റിസൾട്ട് വരുന്ന വരെ ആ ദിവസങ്ങൾ ഈശോയുടെ സന്നിധിയിലിരുന്ന് ഞാൻ ഒത്തിരി സമയം ചെലവഴിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോയുടെ തിരുവേഷ്ടം നിറവേറണം. കാരണം അങ്ങാണ് എനിക്ക് ഈ ജീവിതം നൽകിയിരിക്കുന്നത്. അങ്ങേക്ക് എന്നെ സൗഖ്യപ്പെടുത്തണമെങ്കിൽ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്താൻ സാധിക്കും. ഇല്ല, ഞാൻ ഈ രോഗത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകാനും ഞാൻ തയ്യാറാണ്.
അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് ഈശോ എനിക്ക് ഒരു സമ്മാനം നൽകിയെന്ന്. എൻ്റെ ഈ രോഗാവസ്ഥ ഞാൻ ആരംഭത്തിൽ ചെറിയ ഒരു മനസ്സിന് വേദന ഉണ്ടായെങ്കിലും പിന്നീട് അതെനിക്ക് ഒരു വേദനയായിട്ടല്ല അനുഭവപ്പെട്ടത്. ഈശോയുടെ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു ശക്തി ഇന്നതെനിക്ക് ഒരു സമ്മാനമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഈ ഒരു രോഗാവസ്ഥയിലൂടെ വളരെ മനോഹരമായിട്ട് കടന്നു പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അവിടെ എനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. ഞാൻ കേരളത്തിലേക്ക് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങി. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡോക്ടറിനെ സർജറിക്ക് മുൻപായിട്ട് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ വയറ് സംബന്ധമായ പ്രശ്നങ്ങളിൽ ഒരു പക്ഷേ സർജറി ചെയ്യുന്ന സമയത്ത് അച്ഛൻ്റെ റെക്റ്റം ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വരും. അത് കേട്ട ഉടനെ എനിക്ക് വീണ്ടും വേദന മനസ്സിൽ വന്നുവെങ്കിലും എൻ്റെ മനസ്സിൽ ആ ഒരു ദൈവത്തിൻ്റെ ആ തിരുവേഷ്ടം എപ്പോഴും ജീവിതത്തിൽ നിറവേറട്ടെ, ദൈവമാണ് എന്നെ ശക്തിപ്പെടുത്തുന്നത്, ദൈവത്തിന് വേണമെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ എന്നെ കടത്തി കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും മനസ്സിൽ തോന്നിയില്ല. കാരണം അതിൻ്റെ ഒരു പ്രത്യേക ശക്തി ഈശോ എനിക്ക് ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് നൽകുകയുണ്ടായി. ഒരു ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ആ ആശുപത്രിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ ഞാൻ ഒരു രീതി കാണുകയാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ തന്നെ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ ഉണ്ണി, ഞാൻ ഡോക്ടറിനെ കാണാനായിട്ട് കയറി. എനിക്ക് എൻ്റെ റെക്റ്റം എടുത്ത് കളയേണ്ടി വരും എന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ വളരെ ദുഃഖത്തിലാണെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ എൻ്റെ ഡോക്ടറുടെ കൈകളിലേക്ക് എടുത്തുകൊണ്ട് എന്നെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ദൈവം അച്ഛൻ്റെ കൂടെ ഉണ്ട്, അച്ഛൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് ഒരു ഡോക്ടറുടെ വായിൽ നിന്ന് അത് കേൾക്കാൻ സാധിച്ചപ്പോൾ എനിക്ക് ഒത്തിരിയധികം ആശ്വാസം ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ രക്തം എടുത്ത് കളയേണ്ടി വരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ദിവസം ഡോക്ടർ വീണ്ടും എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, ദൈവം അച്ഛൻ്റെ കൂടെയുണ്ട്, അച്ഛൻ്റെ രക്തം ഓപ്പറേറ്റ് ചെയ്ത് കളയാതെ നമുക്ക് സർജറി ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയും ഞാൻ വീണ്ടും ഈശോയുടെ സന്നിധിയിൽ ചെന്നിരുന്ന് ഈശോയുടെ ഇങ്ങനെ സംഭവിച്ചതിനെല്ലാം ഈശോയോട് ഞാൻ നന്ദി പറയുകയും ചെയ്തു. മനം നൊന്തു കരയുമ്പോഴരികത്തു വന്നെൻ്റെ മിഴിനീരുമായ്ക്കുന്ന ദൈവം, രക്താംബരം പോൽ ചുവപ്പാർന്ന പാപങ്ങൾ തൂവെണ്മയാക്കുമെൻ ദൈവം, തൂവെണ്മയാക്കുമെൻ ദൈവം. തകരുന്ന തോണിക്ക് തുഴയാകുന്നോൻ, ഇരുളാർന്ന ജീവന് പ്രഭയേകുന്നോ. എൻ്റെ ആരംഭ കാലഘട്ടത്തിൽ എനിക്ക് 3rd സ്റ്റേജ് ക്യാൻസറായിരുന്നു. 3rd സ്റ്റേജ് ക്യാൻസറായിരുന്ന എനിക്ക് ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അച്ഛൻ്റെ ഇപ്പോഴത്തെ 3rd സ്റ്റേജ് ക്യാൻസർ ഒരു സീരിയസ് സ്റ്റേജ് ആണെങ്കിൽ പോലും അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മളുടെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ അത് സന്തോഷപൂർവ്വം നേരിട്ട് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ വീണ്ടും എനിക്ക് മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം
ഇത്ര വലിയ ഒരു സ്റ്റേജിൽ ഞാൻ ക്യാൻസർ രോഗമായി കടന്നു പോകുന്നുണ്ടെങ്കിലും ഈശോ എനിക്ക് അത് നേരിടാനുള്ള ശക്തി നൽകി എന്നെ അനുഗ്രഹിച്ചതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എപ്പോഴും മനസ്സിലുണ്ട്. രണ്ടാമത്തെ തവണയും എനിക്ക് ക്യാൻസർ രക്തത്തിന് തന്നെ വരികയുണ്ടായി. ആ സന്ദർഭത്തിലും ഇതുപോലെ എനിക്ക് ക്യാൻസർ രോഗത്തെക്കുറിച്ച് വളരെയധികം വേദനയും ബുദ്ധിമുട്ടുകളെല്ലാം നേരിട്ട ആ സമയങ്ങളിൽ ഞാൻ സർക്കാരിയുടെ മുമ്പിൽ ചെന്നിരുന്ന് ഈശോയോട് അങ്ങയുടെ തിരുവേഷ്ടം നിറവേറട്ടെ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ദൈവം ഈ ഒരു ക്യാൻസർ രോഗത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ ഈ ക്യാൻസർ രോഗത്തെ നേരിടാനായിട്ട് ദൈവം എനിക്ക് ഒരു പ്രത്യേക ശക്തി തന്നത് മറ്റു ചില കാര്യങ്ങളിലേക്ക് എൻ്റെ ശ്രദ്ധ ചെലുത്താനായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. ഞാൻ എൻ്റെ ഈ രോഗാവസ്ഥയിൽ കുറേ വരയ്ക്കുന്നതിനും സ്പൈറൽ ഡ്രോയിങ് എന്ന ഒരു പ്രത്യേക രീതിയിലുള്ള വരകൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതിനും അതുപോലെ തന്നെ പേപ്പർ ക്രാഫ്റ്റ് ഒത്തിരി ചെയ്യുന്നതിനും ഭക്തിഗാനങ്ങൾ പാടുന്നതിനും പിന്നെ തെർമോക്കോൾ കൊണ്ട് പല ലൈറ്റുകൾ ഉണ്ടാക്കാനും ഞാൻ സമയം ചെലവഴിക്കുമായിരുന്നു. അത് ദൈവം എനിക്ക് നൽകിയ ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. കാരണം ആ രോഗശയ്യയിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് നീക്കാനായിട്ട് ഈശോ എനിക്ക് കാണിച്ചു തന്ന ഒരു മാർഗം കൂടിയായിരുന്നു അത്. അങ്ങനെ ആ ഒരു കാലഘട്ടം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തിനു കേഴുന്നു മകനേ മകളേ, ഞാനുണ്ട് നിന്നോടു കൂടെ. എല്ലാ നൊമ്പരവും നിൻ നന്മയാക്കാൻ ഞാനുണ്ട് നിന്നോടു കൂടെ. കരയാതെ നീ പൊന്നോമനെ, മനമുരുകി തളരരുതേ നീ. ദുഃഖമെല്ലാം ഞാനകറ്റിടാം, നിൻ കണ്ണുനീരും തുടയ്ക്കാം. ഞാനിപ്പോൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. 4th സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിലും എനിക്ക് ധൈര്യം പകരുന്നത് ഈശോ ആണ്. ഈശോ ധൈര്യം പകരുന്നതുകൊണ്ട് എനിക്ക് യാതൊരു പേടിയുമില്ല. ഞാൻ വളരെ സന്തോഷവാനാണ്. എനിക്ക് വേദനകൾ എത്ര തന്നെ ഈശോ തന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. ഒരു സംഭവം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ 4th സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഒരു മൈനർ സർജറി ചെയ്യേണ്ടി വന്നു. ആ സർജറി ചെയ്യുന്ന സമയത്ത് എനിക്ക് ലോക്കൽ സെഡേഷൻ തന്നിട്ടാണ് ആ സർജറി ചെയ്യേണ്ടി വന്നത്. ഈ ഒരു സർജറി ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ ലോക്കൽ സെഡേഷൻ തന്ന് ചെയ്ത ഒരു സർജറിയിൽ എനിക്ക് വേദന അനുഭവപ്പെടുകയുണ്ടായി. വളരെ വേദന അനുഭവപ്പെടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ലോക്കൽ സെഡേഷൻ അല്പം വേദന പറയുമ്പോൾ അവർ എനിക്ക് തന്നുകൊണ്ടിരുന്നു. ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ രണ്ടാമത്തെ തവണ ഇതുപോലെ ഒരു ലോക്കൽ സെഡേഷൻ തന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സർജറിയുടെ സമയത്ത് മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയും എനിക്ക് ടെൻഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് സർജറിക്കായി ടേബിളിൽ കിടക്കുന്ന ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് BP അങ്ങ് കൂടി 250 വരെ എത്തിയപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, മേശമേൽ കിടന്നുകൊണ്ടിരുന്ന എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ BP വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്,
ഇനിയും അത് കയറുകയാണെങ്കിൽ അച്ഛന് ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അച്ഛൻ മനസ്സിനെ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മാറ്റി ചിന്തിച്ച് അച്ഛൻ്റെ BP താഴെ കൊണ്ടുവരാനായിട്ട് അച്ഛൻ തന്നെ പരിശ്രമിക്കണം. ഉടനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. ദൈവം എനിക്ക് മനസ്സിലേക്ക് ഒരു ദിവ്യകാരുണ്യ ഗാനം ഉള്ളിലേക്ക് തരികയും ഞാനത് മൂളാൻ തുടങ്ങുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, 10-15 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ 250 ലെവലിലേക്ക് എത്തി എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 10-15 സെക്കൻഡുകൾക്ക് ശേഷം ഡോക്ടർ എന്നോട് ഉടനെ പറഞ്ഞു, അച്ഛൻ്റെ BP ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട്, 135, പ്രശ്നമില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു കരുതൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് ആ BP കയറി പോവുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും മുന്നോട്ട് സംഭവിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ തന്നെ പേടിയായിട്ട് തോന്നുന്നു. ഈ ജീവിതത്തിലൂടെ, പ്രത്യേകിച്ച് ഈ രോഗ അവസ്ഥയിൽ കടന്നു പോകുന്ന ഈ സമയത്ത് എനിക്ക് നേരിടേണ്ട ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും എല്ലാം തന്നെ ഞാൻ സന്തോഷത്തോടെ ഈശോയുടെ കൈകളിൽ നിന്ന് സ്വീകരിക്കുന്നു. കാരണം ഇതുവഴി എനിക്ക് മറ്റ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വേദനകളും സമർപ്പിച്ച് അവരെയും ഈശോയോട് അടുപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ വീക്ഷിക്കുന്ന നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഇങ്ങനെയുള്ള രോഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ അത് വലിയ വേദനയായി എടുക്കാതെ ദൈവം നമുക്ക് നൽകുന്ന ഈ ഒരു വേദനകൾ സന്തോഷത്തോടെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ആ രോഗാവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് ഈശ്വരൻ്റെ ശക്തിയോടുകൂടെ നമുക്ക് മുന്നോട്ട് കടന്നു പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അർത്ഥം കാണാനായിട്ട് സാധിക്കുകയും ഒരു നല്ല ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഞാൻ ഈ ക്യാൻസറിൻ്റെ വേദനകളിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥിക്കാനായിട്ട് ഈശോയുടെ മുമ്പിലിരിക്കാറുണ്ട്. ആ മൗനമായി ഈശോയുടെ സന്നിധിയിൽ ചിലവഴിച്ച ആ സമയങ്ങൾ എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യമേറിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തി എനിക്ക് ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട്. ആ നല്ലവനായ ഈശോയുടെ ആ തിരുനാമം ഞാൻ പാടി സ്തുതിക്കുക എന്നല്ലാതെ വേറെ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യാനായിട്ടില്ല. ആ ഒരു 4 വരികൾ ഞാൻ നിങ്ങൾക്കായി പാടട്ടെ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ആദരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ.